കള്ളിയങ്കാട്ട് നീലിയുടെ കഥകൾ നാം ചെറുപ്പകാലം മുതലേ കേൾക്കുന്ന കഥകളാണ്. പക്ഷേ ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇതൊരു കഥയല്ല, ഇതൊരു വിശ്വാസമോ ഐതിഹ്യമോ മാത്രമല്ല. ഇത് കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയായി രേഖപ്പെടുത്തിയ, ഡോക്ടർമാർ പരിശോധിച്ച, പൊതുജനങ്ങൾ നേരിട്ട് കണ്ട് സാക്ഷ്യപ്പെടുത്തിയ, ഇന്നും വിശദീകരിക്കാനാകാത്ത അതിഭൗതിക സംഭവങ്ങളുടെ ഒരു പരമ്പരയാണ്. ഈ സംഭവം നടക്കുന്നത് ആലുവ ചോവര കല്ലിയങ്കാട് എന്ന പ്രദേശത്താണ്. ഇന്ന് നഗരവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും 1979 കാലഘട്ടങ്ങളിൽ ഇവിടെ നടന്ന ചില സംഭവങ്ങൾ പോലീസിനെയും മനഃശാസ്ത്ര വിദഗ്ധരെയും ഭീതിയിലാക്കി. ഈ സംഭവങ്ങളോടൊരു പേര് ചിഹ്നടി ചേർക്കപ്പെട്ടു: കല്ലിയങ്കാട്ട് നീലി. എറണാകുളം ജില്ലയിൽ പെരിയാറിന്റെ തീരത്ത് വനം നിറഞ്ഞ പ്രദേശമായിരുന്നു ചോവരയും കല്ലിയങ്കാടും. രാത്രി 7 കഴിഞ്ഞാൽ ആ പ്രദേശത്തേക്ക് സ്ത്രീകൾ ഒറ്റയ്ക്ക് പോകില്ല. പ്രാദേശിക കഥകളിൽ നീലി എന്ന സ്ത്രീരൂപത്തെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിലും 1978 മുതൽ സംഭവിച്ചത് കഥയല്ലായിരുന്നു. കാരണം അത് പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, FIR നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. 1978 ജൂൺ മാസം ആലുവ പോലീസ് സ്റ്റേഷനിൽ ഒരു അസാധാരണ പരാതി വന്നു. പരാതിക്കാരി കല്ലിയങ്കാട് സ്വദേശി 30 വയസ്സുള്ള ഒരു യുവതി. പരാതിയുടെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: രാത്രികളിൽ സ്വയം നിയന്ത്രണം നഷ്ടപ്പെടുന്നു, താൻ അറിയാതെ അപരിചിത ഭാഷയിൽ സംസാരിക്കുന്നു, മനുഷ്യശക്തിക്ക് അതീതമായ ബലം കാണിക്കുന്നു. പോലീസ് ആദ്യം കരുതിയത് ഹിസ്റ്റീരിയ. എന്നാൽ സ്റ്റേഷൻ ലോക്കപ്പിൽ അവളിരുന്നപ്പോൾ 2 കോൺസ്റ്റബിൾസിനെ ഒറ്റയടിക്ക് താഴെ വീഴ്ത്തി. ഇത് ഡ്യൂട്ടി ഡയറിയിൽ രേഖപ്പെടുത്തി. ആ യുവതി എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. EEG മാനസിക പരിശോധനകൾ ഡോക്ടർമാരെല്ലാം നടത്തി. എന്നിട്ട് ഡോക്ടർമാർ ഇങ്ങനെ രേഖപ്പെടുത്തി: പേഷ്യന്റ് എക്സിബിറ്റ്സ് ഡിസോസിയേറ്റീവ് ബിഹേവിയർ, but physical strength and voice modulation are medically unexplainable. അവളുടെ ശബ്ദം പലപ്പോഴും പുരുഷന്മാരുടെ ശബ്ദമായി മാറുന്നു. ഡോക്ടർമാർക്ക് വ്യക്തമായ രോഗനിർണയം സാധിച്ചില്ല. ഇതിനുശേഷം അടുത്ത 4 വർഷങ്ങൾക്കുള്ളിൽ 9 സ്ത്രീകൾ, എല്ലാവരും ഒരേ ഭൂമിശാസ്ത്രപരിധിയിൽ. രാത്രിയിൽ മാത്രം പെരിയാർ തീരത്തിനടുത്ത് വെള്ളം കാണുമ്പോൾ കണ്ണുകൾ മഞ്ഞ നിറം, കല്ലിയങ്കാട് എന്ന പേര് സ്വയം ആവർത്തിച്ച് പറയൽ. ഈ പാറ്റേൺ പോലീസ് ശ്രദ്ധയിൽപ്പെട്ടു. 1988 ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ശുപാർശയിൽ ഒരു പ്രശസ്ത ദേവീക്ഷേത്രത്തിലെ മേൽശാന്തിയെ വിളിച്ചു. പ്രധാനമായ വസ്തുത എന്തെന്ന് വെച്ചാൽ ഈ ചടങ്ങിന് പോലീസ് അനുമതി ഉണ്ടായിരുന്നു. പോലീസ് ഡയറികൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ചടങ്ങിനിടയിൽ ഒരു സ്ത്രീ അസ്വാഭാവികമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ആ സ്ത്രീ പറഞ്ഞ വാക്കുകൾ പിന്നീട് സ്റ്റേഷനിൽ വാചാലമായി രേഖപ്പെടുത്തി: എൻ്റെ ഭൂമി പെരിയാറിൻ്റെ തീരം, ഞാനിവിടെ ചിതയിൽ പോയിട്ടില്ല. പിന്നീട് ഗ്രാമരേഖകൾ പരിശോധിച്ചു. 19ാം നൂറ്റാണ്ടിൽ കല്ലിയങ്കാട് പ്രദേശത്ത് ഒരു അസാധാരണ സാഹചര്യത്തിൽ മരിച്ച ഒരു സ്ത്രീ. ശവസംസ്കാരം പൂർണ്ണമായി നടന്നില്ല. ഇത് ഭൂമിയിലുള്ള റവന്യൂ രേഖകളിലുണ്ടായിരുന്നു. 1984 ഒരു രാത്രി ആലുവ പോലീസ് ജീപ്പ് പെട്രോളിങ്ങിനിടയിൽ ഒരു സ്ത്രീ പെരിയാറിലേക്ക് നടന്നു പോകുന്നത് കണ്ട് പോലീസ് വിളിച്ചപ്പോൾ അവൾ തിരിഞ്ഞു പറഞ്ഞു: ഇവിടെ ആരും എന്നെ തടയരുത്. ശബ്ദം സ്ത്രീയുടേതല്ല, അവളുടെ കാലുകൾ മണ്ണിൽ സ്പർശിക്കാതെ നീങ്ങുന്ന പോലെ. കോൺസ്റ്റബിൾസ് റിപ്പോർട്ട് ചെയ്തു. ഈ സംഭവം ജനറൽ ഡയറിയിൽ ഇന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1986 ശേഷം പൂർണ്ണമായ പൊസിഷൻ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നും ആ പ്രദേശത്ത് രാത്രി അന്യമായ സ്ത്രീ ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. നാട്ടുകാർ ഇരുട്ടിന് ശേഷം പെരിയാർ തീരം ഒഴിവാക്കുന്നു. പോലീസ് ഇത് അൺഎക്സ്പ്ലെയിൻഡ് ബട്ട് ഇനാക്റ്റീവ് കേസ് എന്നായി അടച്ചു. ഇത് വിശ്വാസമാണോ അല്ലെങ്കിൽ മനസ്സിന്റെ കളിയോ? എന്നാൽ ഡയറി രേഖകളും മെഡിക്കൽ റിപ്പോർട്ടുകളും പോലീസ് സാക്ഷ്യങ്ങളും ഒന്നേ പറയുന്നുള്ളൂ: എല്ലാം വിശദീകരിക്കാൻ മനുഷ്യശാസ്ത്രത്തിന് ഇന്നും കഴിയാത്ത ചില സംഭവങ്ങളുണ്ട്. ഇതാണ് ആലുവ കല്ലിയങ്കാട് നീലി കേസുകൾ. നിങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു? ഇതുപോലുള്ള കേരളത്തിൽ കുറച്ച് മാത്രം സംസാരിക്കപ്പെട്ട യഥാർത്ഥ സംഭവങ്ങൾക്കായി ഇന്ത്യ അൺടോൾഡ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ ഇനിയും കൂടുതൽ അറിയപ്പെടാത്ത സത്യങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.